ഹായ് ഹലോ ഗൈസ്, ഞാനിതാ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ വിളവെടുക്കാനായിട്ട് പോവുകയാണ്. വന്നോ, ഞങ്ങൾ ഈ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ നട്ടേക്കുന്നത് ടെറസിലാണേ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പ്ലാന്റ്. വിളവായി നിൽക്കുവാണ്, നന്നായിട്ട് വിളവായി കളർ അടിച്ച് നിൽക്കുന്നുണ്ട്. ഇതുപോലെ ഒരുപാട് കായ്കളുണ്ട് കേട്ടോ. അതാ ഇവിടെ ഇവിടെ. അപ്പോൾ ചില കായ്കളെന്ന് വെച്ചാൽ കുഞ്ഞായി വരുമ്പോൾ തന്നെ ആ ഉറുമ്പുകളൊക്കെ വന്ന് കഴിക്കട്ടെ. ഇതിന് ചെറിയൊരു പുളിരസം ഉണ്ടെന്ന് തോന്നുന്നു, അതാണ്. ചിലതൊക്കെ വാടി പോകും കേട്ടോ, ഇങ്ങനെ കരിഞ്ഞു പോകും. അപ്പം ഇതിൽ ഉറുമ്പേർ ഇങ്ങനെ കഴിക്കുന്നതുകൊണ്ട് എൻ്റെ കെട്ടിയവനാണ് ഇതിന് സ്പ്രേ അടിച്ചു കൊടുക്കുക. മണക്കുന്ന സ്പ്രേ അല്ല, ഈ ഉറുമ്പുകളെ കൊല്ലാനുള്ള സ്പ്രേ ആണ്. അപ്പം ഇതിൻ്റെ വിളവെടുക്കാനാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. എവിടെ? അപ്പം ഞങ്ങളിതിൻ്റെ വിളവെടുക്കാൻ പോവുകയാണേ. കട്ട് ചെയ്യുകയാണ്. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മൾ ഒരെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ നല്ല കളറാണ്, ഇനിയും കളർ അടിച്ച് തുടങ്ങും കേട്ടോ. ഓക്കെ, ഇനി പ്ലാൻ നമ്പർ 2 പോവുകയാണ്. ഇതാണ് നമ്മൾ പ്ലാൻ നമ്പർ. ഇതിൽ 3-4 എണ്ണം വിളഞ്ഞിപ്പുണ്ട്. കറക്കിയെടുത്തോ? ഇതാ നമ്മുടെ പ്ലാൻ നമ്പർ 3 ആയിട്ടുണ്ട്. ഇത് ഏകദേശം കളറൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതാ നോക്കിയ ഒരു 3-4 എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല കളർ അടിച്ചിട്ടില്ല, വല്ല വവ്വാലോ വല്ലതും കടിക്കുമെന്ന് പേടിച്ചിട്ടാണ് നമ്മളിപ്പോൾ നേരത്തെ പറിച്ചെടുത്തത്. ഇതുപോലെ ആദ്യം ഫ്ലവർ വരും കേട്ടോ, എന്നിട്ടാണ് ഈ കായ ഉണ്ടാകുന്നത്. ഈ പൂവ് കൊഴിഞ്ഞു പോയിട്ട് ഇതുപോലെ കായ ഉണ്ടാകും. ഞങ്ങൾ മൊത്തം 3 പ്ലാന്റാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആർക്കും ആണെങ്കിൽ ഇതേപോലെ ടെറസിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്കിത് വളർത്തിയെടുക്കാം. ആദ്യം ഇതുപോലെയാണ് ഞങ്ങൾ നട്ടത്. ഞങ്ങൾ ഈ പ്ലാന്റ് സെറ്റ് ചെയ്തിരിക്കുന്ന 20 ലിറ്ററിന്റെ പെയിന്റ് ബക്കറ്റിലാണ്. ഇതിന് പടർന്നു കയറാൻ വേണ്ടിയിട്ട് ഒരു ഇരുമ്പ് കമ്പിയും ടയർ സെറ്റ് ചെയ്യാനായിട്ട് 2 കമ്പിയും ഒരു ടയർ മാത്രമാണ്. ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ആർക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് വീട്ടിൽ തന്നെ വിളയിപ്പിച്ചെടുത്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. ഫ്രണ്ട്സ്, ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.